ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 20 20ാമത്തെ എപ്പിസോഡ്. സത്യം, അതായത് ഇന്നത്തെ എപ്പിസോഡിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഒരു ക്യാപ്റ്റൻസി മത്സരം ഉണ്ടായി ഉറപ്പിക്കല്. അതായത് ജാൻമണിന്റെ രാവിലത്തെ ഒരു പൊട്ടിത്തെറി, ജാൻമണി ഗബ്രി, എനിക്ക് തോന്നുന്നു ഈ രാവിലത്തെ കൊടുക്കുന്ന ആ ഒരു സാധനല്ലേ ഇവരെല്ലാരും കൂടി മോർണിംഗ് ടാസ്ക്, അത് ശരിക്കും ഇപ്പൊ ബിഗ് ബോസ് അറിഞ്ഞു കളിക്കുന്നുണ്ട്. അതെ അതെ, അത് മാത്രല്ല അവസാനം പറയും ചെയ്യും, നിങ്ങൾ തമ്മിൽ തെറ്റിക്കാനാന്ന് പറയും ചെയ്യും. ഇപ്രാവശ്യം ബിഗ് ബോസിന്റെ ഒരു വൈബൻ എന്താ അറിയോ, ഞാൻ നിങ്ങളെ അടുപ്പിക്കാൻ തന്നെ അറിയിക്കാണ് മക്കളെ, നിങ്ങൾ അടിക്കണം. അത് ഇവർക്ക് മനസ്സിലാവണില്ല, എന്നിട്ട് അപ്പൊ പറഞ്ഞു കൊടുക്കാണ് ബിഗ് ബോസ് ഉണ്ടല്ലോ, ഞാൻ റെഡിയാണ് നിങ്ങളെ അടുപ്പിക്കാന്ന് പറയാണ്. അത് മാത്രം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും രാവിലെ തന്നെ ആ പരിപാടി ഇങ്ങനെ നടക്കുമ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ലാസ്റ്റ് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി കൂടുതലായിട്ട് ആരാളെന്ന് പറഞ്ഞ് അങ്ങനെ ജാൻമണിന്റെ ഗബ്രീന്റെ ഒരു സാധനം വന്നു. അത് കഴിഞ്ഞ് ജാൻമണി ഗബ്രിയോട് ചോദ്യം ചെയ്യാൻ വരുന്നു. അതായത് ചോദ്യം ചെയ്യാനല്ല, ജാൻമണി ഇതാണ് ക്യാപ്റ്റനാണ്, ഗബ്രി പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് പവർ ടീം മെമ്പർ ആയിട്ടുള്ള റസ്മിൻ ഭായിന്റെ വിചാരം പവർ ടീം കയറിയോട് കൂടിയിട്ട് റസ്മിൻ ഭായിയുടെ തലയിലാണ് ബിഗ് ബോസ് ഹൗസ്. പക്ഷെ നന്നായി ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ല, നന്നായി ചെയ്യുന്നുണ്ടെങ്കിലും കാട്ടിക്കൂട്ടൽ കുറച്ച് ഭയങ്കര മെച്ചോർഡാണ്, എന്തൊക്കെയോ ആണെന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന പോലെ ശരിക്കും തോന്നുന്നുണ്ട്. അത് ഉള്ളിൽ നിന്ന് വരുന്ന പോലെയല്ല, ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. അത് ഗബ്രീന്റെ ജാസ്മിന്റെ അടുത്ത് ഒന്നും ഇല്ലാതായി, പിന്നെ അവരെ കൂട്ടത്തിലോട് കൂടും. അപ്പൊ അതെന്താ പറയുക, ഈ ഗ്യാങ് പൊട്ടുമ്പോ എന്താണെങ്കിലും അവിടെ തിരിച്ചു കൊടുത്തോളും. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ വിഷയങ്ങൾ പറഞ്ഞു തുടങ്ങി. നമ്മളെ ജാൻമണി ഗബ്രി തമ്മിലുള്ള അടി, ഗബ്രി അവിടെ ഞാൻ ഗബ്രീനെ സപ്പോർട്ട് ചെയ്യും. കാരണം എന്താ പറയാ, ഗബ്രി കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. ജാൻമണീനെ ആരും കുറ്റം പറയും, ജാൻമണീനെ ആരും കുറ്റം പറയരുത്. ജാൻമണീനെ എല്ലാരും എപ്പോഴും ജാനു 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 എന്ന് വിളിച്ചു. ഋഷിക്കുണ്ട്, പക്ഷെ ഋഷി കരയുള്ളൂ, പൊട്ടിത്തെറിക്കൂല. ഋഷി കരഞ്ഞിട്ട് പ്രാക്കും, ഇത് കരഞ്ഞിട്ട് ആർക്കും, ജാൻമണീന്ന് ആർക്കും. പിന്നെ ജാൻമണിന്റെ മോനെ ഒരാൾ ഇത്ര വയലന്റ് ആവുന്നുണ്ടെങ്കിൽ ഈ ഷോക്ക് കയറി വരണ്ടിരുന്നു. എനിക്ക് ഒന്നും മൂപ്പത്തേര് പറഞ്ഞത് പോട്ടെ, കട്ടുമ്പോതാക്കണു, വേറെ കൈ പിടിച്ച് ഞെക്കണു, വലിച്ചെറണു. അല്ല, ഇത് ശരിക്കും എന്ത് ഈസി പരിപാടിയാ. കാരണം ജാൻമണിക്ക് ഒച്ചുണ്ടാക്കി എന്തൊക്കെ പറയുന്നുണ്ട്. അല്ല, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഹൗസിനകത്ത് സിഗരറ്റ് വലിക്കാത്ത വേറൊരാളുണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പൊ ഈ ദേഷ്യം തീർക്കാൻ എന്താ ചെയ്യുക, കുറച്ച് ചായ എടുത്ത് കുടിച്ചോ, പഞ്ചസാര തിന്നാൻ പറ്റുമോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ജാൻമണിക്ക് എന്താ അറിയോ, ഫുള്ള് അവിടെ ഉള്ള ഒരു ഇതാണത്. കാരണം ജാൻമണിക്ക് ഫുള്ള് ദേഷ്യം വന്ന നേരം അത് സെറ്റായി. അത് ശരിക്കും അവർക്കുള്ള ഒരു അല്ല, ശരിക്കും ഞാൻ പറയുമ്പോ അതൊരു അപ്പർ ഹാൻഡ് തന്നെ ഇല്ലല്ലേ അവർക്ക്. അതായത് അവർക്ക് കിട്ടുന്ന ഒരു ലക്ഷറി തന്നെയാണ് സിഗരറ്റ് വലി എന്നുള്ളത്. ശരിക്കും ആ സാധനം എനിക്കത് തീരെ പറ്റിയിട്ടില്ല. അല്ലെ, ദേഷ്യം വരുമ്പോ പോയി വലിക്കുന്നത്. അതൊക്കെ പവർ ടീം കയറി കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ, ആ സാധനം ഒഴിവാക്കി കളയണം. ആ, ഇതൊരുമാതിരി അതിനെവിടെ ജിന്റെ അപ്പുറത്ത് വന്ന കത്തിച്ചിരിക്കുന്നു. അല്ല, ഞാൻ പറയട്ടെ, ശരിക്കും ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അവര് ഈ സമയങ്ങളിൽ സീസർ കൊണ്ട് കട്ട് ചെയ്യണം. അതെ, പവർ കാണിച്ചെടുക്കുക, അത് സിഗരറ്റ് വലിക്കരുത് കൊണ്ട് കാണിക്കുക. അല്ല, അപ്പൊ ജിന്റെ കത്തിക്കാൻ പറ്റില്ല, ജിന്റെ അതൊന്ന് വലിച്ചു വരണം. അതെ, അപ്പൊ അങ്ങനെ ആ ഒരു ഷോ ഓഫ് ആണ് കഴിഞ്ഞു. ആ ഷോ ഓഫ് കഴിഞ്ഞ് രാവിലത്തെ ഒച്ചയും വിളിയൊക്കെ ആയിട്ട് ജിൻഡോ പോയിട്ട് കുറെ കുത്തിത്തിരിപ്പ്. അല്ല, ഇവര് പുറത്തുനിന്ന് 10-12 കൊല്ലമായിട്ട് അറിയുന്നവരാന്ന് പറയുന്നുണ്ട്. പിന്നെ ജിൻഡോക്ക് എന്താ ജാൻമണിന്ന് അറിയുന്നുണ്ടാവും. പിന്നെ തീവണ്ടി കമ്പനിയാണ്. അതെ, തീവണ്ടി കമ്പനിയാണ്. അത് വേറൊരു ബന്ധമാണ്. വെള്ളടി തീവണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. അവരുടെ ഉള്ളിലുള്ള അന്താധാര ഭയങ്കര സജീവം. അതെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നോറയുടെ നാടകം. എന്റെ പൊന്നെ, പണിയെടുക്കാതിരിക്കാൻ എന്തൊക്കെ ഓള് ചെയ്യാൻ പറ്റുമോ, കരയാണ് മെയിൻ പരിപാടി. അതായത് എവിടെയെങ്കിലും പോയി നിൽക്കും. സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് തോന്നാതിരിക്കാൻ ഇങ്ങനെ, ഞാൻ തന്നെ ലൈവ് കാണുമ്പോൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഇങ്ങനെ നിൽക്കറിയോ പണിയെടുക്കുമ്പോ, എന്നെ ആരും കൂട്ടണില്ലേ, ജിൻഡോനോട് മാത്രം. ഇത് ഫുഡ് ഉണ്ടാക്കുന്ന സമയമാണ്, ഒരു പണീന്റെ സമയത്ത് കണ്ടോളിട്ടോ ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ നിൽക്കുന്നുണ്ടോ വയ്യാത്ത കുട്ടികളോ അതിൽ നിൽക്കുക. ആരെങ്കിലും വന്നിട്ട് എന്താ ഒരു പണി നിൽക്കാതെ വെച്ചാൽ ഒറ്റ കരച്ചിലുമാണ്. അല്ല, അതേ സമയത്ത് അടി ഉണ്ടാക്കാൻ പോകും, അവിടെ പോയി കച്ചറ കൂടി നീട്ടി കൊണ്ടുപോകും. അപ്പൊ പിന്നെ പണിയെടുക്കണ്ടല്ലോ. ഇവരെല്ലാരും അവരുടെ ടീമിനൊക്കെ കണക്കാണ്. നോറ, ജബ്രി. എന്നിട്ട് അങ്ങനെ അതവിടെ കണ്ണീരും മുക്കീരുമായിട്ട് അവിടെ കരഞ്ഞുകൊണ്ടിരുന്ന്. അപ്പൊ ആ പണിയെടുക്കേണ്ട സമയം പോയി കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെന്തായി,
അവിടെ ചെന്നിട്ട് നമ്മളെ ഇതിന്റെ കാര്യമായി ഏത് ക്യാപ്റ്റൻസി ടാസ്കിന്റെ കാര്യം വന്നു. ക്യാപ്റ്റൻസി ടാസ്കിന്റെ കാര്യം വന്നപ്പോ ജാൻമണി എനിക്ക് തോന്നുന്നില്ല അറിഞ്ഞിട്ട് നടുവ് കയറിയെന്നാണ്. നടുവില് ഏറ്റവും ബാക്കിലാണ് പറഞ്ഞത്. അതെ, ശ്രീതു അവിടെ കയറിയെന്നാണ് ആദ്യം. എനിക്ക് ബ്ലൂ വേണം അതേ പറഞ്ഞിരുന്നു. അങ്ങനെ എന്താണെങ്കിലും ബാക്കിൽ നിന്ന് ശ്രീധുവിന് ആദ്യം പണി കിട്ടി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എനിക്ക് തോന്നി ഗെയിമൊക്കെ കിട്ടുമ്പോൾ ഒരു ചിന്തിക്കണമൊന്നും ഇല്ല. കാരണം ആക്ച്വലി നോറയ്ക്ക് ഭയങ്കര സുഖമായിരുന്നു. നോറ മുന്നിക്ക് തന്നെ പോകണമെന്നില്ലല്ലോ, നോറയ്ക്ക് പിന്നിക്കും പോവാ. നോറ പിന്നിക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തായി, ഇവരെ ബാലൻസ് പോയി. നോറയ്ക്ക് ശരിക്കും അങ്ങനെ ഒരു കളി മുന്നിക്കും 2 കളി കളിച്ചാൽ തന്നെ ഏകദേശം തീരുമാനമായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ ഏറ്റവും നല്ല അവസരം കിട്ടിയ ജാൻമണിക്കും ഐഡിയ ജയിച്ചു പോയതാണ്. ജാൻമണി ബാക്കിയുള്ള, അതായത് മറ്റോള് വീഴും ചെയ്തു, മറ്റോളെ മണ്ടത്തരം കൊണ്ട് അവള് വീണു. അതിന്റെ പേരില് ക്യാപ്റ്റനായി. നോറേനെ മണ്ടത്തരം കൊണ്ടായതാണ്. അതെ, അങ്ങനെ ജാൻമണി ക്യാപ്റ്റൻ ആയിട്ട് എന്റെ പൊന്നെ ക്യാപ്റ്റൻ ആയതിനു ശേഷം ഐസ്ക്രീം കിട്ടി എന്റെ നാടകം. സന്തോഷം. ഓ, ഓടി നടന്ന് ഇത് വിശ്വസിക്കാൻ പറ്റായിക്കുള്ളൂ എന്നാ ഞാൻ പറയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് നമ്മുടെ ജയിൽ നോമിനേഷൻ ആയി. ജയിൽ നോമിനേഷൻ ആയപ്പോ രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ ജബ്രി കോമ്പിനേഷൻ. ഇന്ന് ഏഷ്യാനെറ്റിലൊക്കെ ഇട്ട പോലെ ജബ്രി ജയിലിലേക്ക്. ട്രോളുകളുടെ പെരുമഴയായിരുന്നു. മറ്റൊരു നാടകം അവിടെ എങ്ങനെങ്കിലും അവിടെ കിട്ടാൻ വേണ്ടി ആദ്യം അവന്റെ പേരുണ്ട് പറഞ്ഞോണ്ട് ആ നഗൊക്കെ കടിച്ചു വലിച്ച് ഊരി വലിച്ചെറിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവരോട് വരുന്നപ്പോ ലൈറ്റ് കണ്ണൊക്കെ എടുത്ത് തുറന്നിട്ട് പുറത്തേക്ക് വരുന്നു. പിന്നെ ജാസ്മിന്റെ പേര് പറഞ്ഞപ്പോ കാൽക്കുലേറ്റ് ചെയ്തു, ഇത്ര വോട്ട് കിട്ടി ഒന്നും കൂടി കിട്ടിയപ്പോ ജാസ്മിന്റെ കയറി വെച്ചാൽ ഓനും ജാസ്മിന്റെ പേര്. പിന്നെ പുളിങ്ങ കാലത്ത് ആ ചിരിയൊക്കെ വരുന്നുണ്ടല്ലോ പുറത്തേക്ക്. അപ്പൊ അങ്ങനെ 2 പേരും കൂടി ഇന്നത്തെ എപ്പിസോഡിൽ വല്ലാതെ ജയില് കാണിച്ചിട്ടില്ല. ഞാൻ വെച്ച് വെറുപ്പിച്ച് കൊല്ലുന്നു. അല്ല, രാത്രിയാണെങ്കിലും രാത്രിയാണല്ലോ അവരെ കണ്ടന്റ്, രാത്രിയാണ് അവരുടെ കണ്ടന്റ്. അതെ, അപ്പൊ അവര് രാത്രി വന്നിട്ട് എന്ത് ചെയ്തു, രാത്രി വന്നിട്ട് അവര് എന്തൊരു സന്തോഷം, എന്തൊരു ആഹ്ലാദം. ഇവിടെ നീ ഇതൊരു മണിയറ കൊറേ കോമഡി ജാസ്മിനും മാത്രം അത് കോമഡി. തൊടല്ലേ നശിപ്പിക്കല്ലേ. ക്രിഞ്ച് ഫെസ്റ്റ്, എമ്മാതിരി ക്രിഞ്ച് സാധനങ്ങളോ. അവർക്കറിയാം ജയിലിന്റെ അകത്ത് പോയ ക്യാമറ എന്തായാലും ഫോക്കസ് ചെയ്യുന്നു. കുറച്ചിങ്ങനെ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടുന്ന 2 സാധനമാണ്. ഒന്ന് അടുക്കള, ഒന്ന് ജയില്. അപ്പൊ പിന്നെ അതിനകത്ത് ക്യാമറ വരുന്നുള്ളത് എന്താണ്, ചിലപ്പോ അറിഞ്ഞുകൊണ്ടൊന്നും ആയിരിക്കില്ല കേട്ടോ, അറിയാതെ കയറിയിരിക്കുന്നതായിരിക്കാം. മായാലോകത്താണല്ലോ, അതുകൊണ്ട് അങ്ങനെ ജയിലിൽ നിന്നാണെങ്കിലും ഗബ്രി കടിക്കാൻ മറന്നിട്ടില്ല. നൈസായിട്ട്. പക്ഷെ അത് ക്യാമറ കാണിച്ചത് കണ്ണാടി കൂടെയാണെന്ന് മാത്രം. അപ്പൊ അങ്ങനെ വീട്ടില് ഇന്ന് ജയിലിൽ അവരാണ്. അവരുടെ രാവുകൾ ഇന്ന് എന്തായി എന്നുള്ളത് നമുക്കറിയില്ല, നാളെ അറിയാം. അപ്പൊ അത് കഴിഞ്ഞ് നാളെ രാവിലെ ആകുമ്പോ ക്യാമറ എനിക്ക് തോന്നുന്നില്ല ഇന്നിപ്പോ വലുതായിട്ട്. കാരണം എന്താ അറിയോ, ഈ ഒറ്റയ്ക്ക് ഇനിയിപ്പോ അവർക്ക് അറിയാം അവിടെ തന്നെ ക്യാമറ ഇരിക്കും. ഈ മൈക്ക് മാറ്റി സംസാരിക്കൊന്നും നടക്കൂല. ബാക്കി വീട്ടിലുള്ള സ്ഥലത്തൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, രാത്രി ചെയ്യാം. അങ്ങനെ ജിൻഡോനെ വെറുതെ ജിൻഡക്കക്ക എന്നൊക്കെ വിളിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ അതൊക്കെ കഴിഞ്ഞ്, പിന്നെ മാത്രല്ല പുറത്തുള്ളവർക്കും അല്ലെങ്കിൽ നമുക്കും തോന്നണല്ലോ അവര് ജയിലിലിട്ടത് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിക്കാൻ വേണ്ടിട്ടാണ് പുറത്ത് വിടൂ ഞങ്ങൾ അത് ചെയ്യുന്നത്. അല്ല, ജയിലിനകത്ത് പിന്നെ ഒന്നും ചെയ്യില്ലെന്ന് ഞാൻ പറയാൻ കാരണം, ജയിലിനകത്ത് എന്താണെങ്കിലും ബിഗ് ബോസ് ഫുൾ ടൈം നോക്കും. മൈക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. മറ്റേതെന്താ, ബെഡ്ഷീറ്റിന്റെ അടിക്ക് മൈക്ക് മാറ്റി വെച്ച് സുഖായിട്ട് കയറി കടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണമെങ്കിലും അങ്ങോട്ട് ചെയ്യാലോ. അല്ലെങ്കിൽ ഏതെങ്കിലും മുക്ക് പോയിരുന്നിട്ട് അന്ന് ഡ്രസ്സിംഗ് റൂമിൽ കയറി എവിടെയോ ടോയ്ലറ്റിലോ എവിടെയെങ്കിലും കയറി ടോയ്ലറ്റിൽ വരെ അപ്പൊ ആ പരിപാടി കാണിക്കും. ഇന്നിപ്പോ ആ പണിയൊന്നും നടക്കാത്തോണ്ട് ഇന്നും ഉണ്ടൂല. ഇനി പറയാൻ പറ്റില്ല, കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിട്ട് ഇനി ഇരുന്നിട്ട് എന്നെ നശിപ്പിക്കില്ലേ, എന്നെ തൊടല്ലേ, ഈ സാധനങ്ങളൊക്കെ വന്നാൽ ഉറക്കത്തിൽ നീച്ചെടുക്കുന്ന സ്വഭാവം എന്തെങ്കിലും ഉണ്ടാവോ. പിന്നെ അതേപോലെ ജാൻമണിയുടെ ഫൈറ്റിനിടയിൽ ജാൻമണി പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ടല്ലോ. അതായത് ജെൻഡർ കാർഡ് എടുത്തിരുന്ന പരിപാടി, അതൊക്കെ വളരെ ചീപ്പ് പരിപാടിയാണ് ഈ ജാൻമണി കാണിച്ചത്. അതൊന്നും ഒരിക്കലും എന്താ പറയാ, അതൊക്കെ അതൊന്നും ചെയ്യാൻ പാടില്ല ശരി. അതൊക്കെ വെറും പിന്നെ പുറത്തു പോയ നിന്റെ ലൈഫ് ഇല്ലാതാക്കുന്നൊക്കെ പറയുമ്പോ ജാൻമണി ആര് കൊട്ടേഷൻ കൊണ്ടേ അതോ മറ്റേ സിനിമാ ഫീൽഡിൽ തല തൊട്ടപ്പനോ അല്ല ചോദിക്കേണ്ട അവസ്ഥ. ഇത് കാണുന്ന സമയത്ത് ദേഷ്യം വരും നമുക്ക്. അങ്ങനത്തെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ വെറും പുച്ഛൻ ഡയലോഗുകളാണ് ആ സാധനങ്ങളൊക്കെ. ആ സാധനങ്ങളൊക്കെ അടിക്കുമ്പോ തന്നെ അത് തിരിച്ചു കൊടുക്കണം അവിടുന്ന്. ഇവരതിനൊന്നും മിണ്ടണില്ല. ഇവര് ജാൻമണി കിട്ട് ഇവരുടെ പ്രശ്നം എന്താ അറിയോ, ജാൻമണി കഴിയുമ്പോഴത്തേക്ക് ജാനു ജാനു
ചേലക്കാതെ പോവാൻ പറഞ്ഞു. അതൊക്കെ ഇഷ്യൂസ് ആവും. പുറത്ത് ഇഷ്യൂ ആവുമെന്നല്ല, ഒക്കെ സിനിമ ഫീൽഡും മോഡലിംഗും ആയിട്ട് നടക്കുന്നല്ലേ. ജാൻമണിക്കാണെങ്കിൽ കൊടുക്കത്തെ കണക്ഷൻസ് ആണെന്ന് പറയാം. അപ്പൊ പിന്നെ ജാനു പറഞ്ഞ് വെറുപ്പിക്കാൻ നടക്കണം. അതിന്റെ അൻസിബ ഓബിയസ്ലി ആവില്ലേ. എല്ലാരും അവിടെ ആ മൈൻഡ് സെറ്റ് വെച്ച് വന്നവരാണ് എല്ലാവരും. ഇത് സിനിമ മറ്റേത് മറിച്ചത് ആ മോഹമായിട്ട് നടക്കുന്നവരാ. പിന്നെ അവർക്ക് തന്നെയാണ്. പിന്നെ ഗബ്രിക്ക് അറിയാം ഉള്ള സിനിമ കൊണ്ട് ഇനി പ്രത്യേകിച്ച് സിനിമ ഒന്നും കിട്ടാൻ പോണില്ല. അപ്പൊ പിന്നെ ഗബ്രിക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമല്ല. അതുകൊണ്ട് ഇന്ന് വല്ല ഫ്രസ്ട്രേഷനും ദേഷ്യത്തിലൊക്കെ കടന്നുറങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ ലൈവ് കാണാൻ നിൽക്കണ്ട. ചിലപ്പോ നിങ്ങൾ തന്നെ നിങ്ങളെ തല ഇങ്ങനെ അടിച്ചു അതെല്ലാം കാണാണ്ടാവും. ഇല്ല, ഇന്നിപ്പോ ഞാൻ ലൈവില് നോക്കുന്ന സമയത്ത് കുറെ അൻസിബേന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അൻസിബ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അൻസിബ ആണെങ്കിൽ അവിടുത്തെ മറ്റേ കിൻഡർ ഗാർഡൻ ടീച്ചറാണ്. 2 കുട്ടികളാണല്ലോ ഇപ്പൊ കിൻഡർ ഗാർഡനില്, അർജുനും ഋഷി. അതെ, ഫീഡിംഗ് ബോട്ടിൽ കൂടി വെച്ചാൽ മതി ഒരു തൊട്ടിലും. എന്നാ പിന്നെ അൻസിബ ഒരു നാട്ടിക്കോളും. ചെറുതായി പറ്റപ്പോയി. അയ്യോ യമുന ഐസ്ക്രീം വന്നപ്പോ ഇന്ന് ജാൻമണി വന്നപ്പോ ഋഷിക്കുട്ട സ്വന്തം അമ്മ പോലും അതാ ഞാൻ മനസ്സിലാവണില്ലേ ഋഷീനെ അവര് സൈഡാക്കുക എന്നുള്ളത്. അങ്ങനെ തന്നെയാണേനു. അന്നത്തെ കരച്ചിലോണ്ട് നമുക്ക് മനസ്സിലായതാണല്ലോ. എന്തൊക്കെ ഞാൻ പുലിയായി ഗർജിക്കാൻ പോണ ആളാണെന്ന് വിചാരിച്ചു. അതിന്റെ ഇടയിൽ ഋഷി ഒരു പ്രവചനമൊക്കെ നടത്തി. അവര് 2 പേരും ഇവിടെ വേറൊരു സാധനം പൊട്ടും, ഇവിടെ വേറെ സാധനം സംഭവിക്കുന്നൊക്കെ ഋഷി അവിടെ കിടന്നിട്ട് ജാൻമണിയോട് പറയുന്നുണ്ട്. വല്ല സ്വപ്നം കണ്ടതായിരിക്കും. അല്ലെങ്കിൽ അൻസിബ് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതെന്താന്ന് മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും പഞ്ചിന് കടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് 2 അടിച്ചു വിട്ടതായിരിക്കാം. അർജുൻ ക്രൂക്കഡാന്നൊക്കെ കേൾക്കുന്നു. പക്ഷെ എവിടെ ക്രൂക്കഡ്നെസ് കാണാനില്ല. അർജുൻ ഈ ക്രൂക്കഡ്നെസ് കൊണ്ടല്ല. അർജുൻ എങ്ങനെയാ വോട്ട് കിട്ടുന്നത്? എനിക്കറിയാം. അർജുന് വോട്ട് വീഴുന്നതും അർജുന് സപ്പോർട്ട് കയറാനും കാരണം കഴിഞ്ഞ കൊല്ലത്തെ റിനോഷിന്റെ ഒരു 144p ആണ് അവര്. അർജുൻ ഏറ്റവും പൊട്ട വേർഷൻ. അതാണ് എനിക്ക് പറയാം. കാരണം റിനോഷ് ഒന്നില്ലെങ്കിൽ പക്ക പോയിന്റ് പ്ലേസ് ചെയ്തെന്ന് പറയുന്നത്. ബ്രില്യന്റ് ആയിട്ടുള്ള ആരുമില്ല. ഒരു കറക്റ്റ്. ഇപ്പൊ അതിനൊരു കാര്യമുണ്ട്, ഗബ്രി പോയിന്റ് പിടിച്ച് പറയുന്നുണ്ട്. അതില്ലാതായിരിക്കും ഗബ്രീനെ കൊണ്ട് അങ്ങനെയാണ്. പിന്നെ ജിൻഡോക്ക് വർത്താനം പറയാൻ അറിയില്ല എന്നുള്ളൂ, പോയിന്റ് പിടിക്കുന്നുണ്ട്. അത് പ്രസന്റ് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിലും പോയിന്റ് പിടിക്കുന്നുണ്ട്. ഇനി വേറെ കാര്യം പറയാം, ഈ രശ്മിൻ ഭായി ഈ ജിൻഡോ പിടിച്ച പോയിന്റിന്റെ മുകളിലാണ് മെയിൻ ആവുന്നത്. ഇത് രശ്മി ഭായിക്ക് സംസാരിക്കാൻ അറിയാം, മറ്റേ സംസാരിക്കാൻ അറിയില്ല, കാര്യങ്ങൾ മനസ്സിലാക്കാറിയാം. അപ്പൊ അയാളെ വായന്ന് കിട്ടുമ്പോ അത് കുറച്ചിങ്ങനെ നെഞ്ഞും വെച്ചിരുന്ന് ഇങ്ങനെ പറയാം, അത്രേ ഉള്ളൂ. അത്യാവശ്യം ഞാൻ കണ്ടതില് അപ്സര അൻസിബ കാര്യം പറയുന്നുണ്ട്. ആ കാര്യം പറയാനറിയാം. ജിൻഡോ പറയാൻ അറിയില്ല, ഗബ്രിക്ക് പറയാൻ അറിയാം, ജാസ്മിന് പറയാൻ അറിയുമായിരുന്നു. ഇപ്പൊ ജാസ്മിൻ ഇല്ല. റസ്മിൻ ഭായിക്കും വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ അത് ഏറ്റുപിടിച്ച് പറയാനറിയാം. പിന്നെ ജാൻമണിക്ക് പറയാൻ അറിയാം, അത് നമുക്ക് മനസ്സിലാവില്ല. അതെ, സബ് ടൈറ്റിൽ വെക്കേണ്ടി വരും, എന്നാലേ മനസ്സിലാവുള്ളൂ. പിന്നെ യമുനാറാണിക്ക് പിന്നെ വെറുതെ ഞണ്ണിക്കിടന്ന് ഉറങ്ങാൻ വേണ്ടി വന്നതാണ്, അതില് കാര്യമൊന്നുമില്ല. പിന്നെ ശ്രീരേഖേനെ പിന്നെ എല്ലാരും കൂടി ഒഴിവാക്കി. എന്നിട്ട് പല കോപ്രായത്തരം കാണിക്കുന്നില്ല ഇവര്. അപ്പൊ കിട്ടും ഫസ്റ്റ് ചാടി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഒഴിവാക്കി കളഞ്ഞ രണ്ടാൾക്കാര്, ശ്രീത്തും ശരണ്യ. അവര് പിന്നെ ഒഴിവാക്കിയതാണ്. പിന്നെയും എന്തൊക്കെയോ കേറി ഏണി വെച്ചു കൊടുത്താലും കൂടി ഒളു കേറില്ല. ഞാൻ പറയുന്നില്ല. ശ്രീതുൻ അല്ലേ, അത് കൊറേ ആക്കാൻ നോക്കി, അതും നടക്കണില്ല. എന്താണെങ്കിലും ആകെ മൊത്തത്തിലൊരു ഓണവില്ലാവാനുള്ള തന്നെയാണ് കാണുന്നുണ്ട്. അല്ല, ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ മാറും. ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം ഗെയിം ചേഞ്ചർ ലാലേട്ടനാണ്. ബിഗ് ബോസും ലാലേട്ടൻ ഗെയിം ചേഞ്ചർ ആവും. അല്ല, അത് പറയണം. ലാലേട്ടൻ സിജോ കയറാൻ ചാൻസ് ഉണ്ട്. ഞാൻ വേറെ കേസ് പറയാം. സിജോന്റെ മറ്റേ ഈസ്റ്ററുമായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, 3 ദിവസത്തിന് ഉയർത്തെഴുന്നേൽപ്പ്. അപ്പോൾ അവിടെ എന്താ അറിയോ, അയ്യോ ആ റോക്കിന്റെ ഇൻസ്റ്റാ സ്റ്റോറീസ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. റോക്കിന്റെ എല്ലാ ഇൻസ്റ്റാ സ്റ്റോറിയും കാണുന്നുണ്ട്. അങ്ങനെ ഈ ഉയർത്തുന്നത് അവനെ കുത്തിയിട്ട യൂദാസ് ഞാനാടാന്നൊക്കെ പറയും ചിലപ്പോ. പിന്നെ റോക്കി തിരുവനന്തപുരത്ത് നിന്നൊക്കെ നല്ല അത്യാവശ്യം ആൾക്കാരെ കൊണ്ട് പറയിക്കുന്നുണ്ട് തിരിച്ചു കയറാൻ വേണ്ടിട്ട്. കുറച്ചൊരു ഐഡിയ വേണ്ട ഒരു മനുഷ്യനായ.
അതായത് സ്വയം വില കളയരുത് എന്നാണ് എനിക്ക് റോക്കിനോട് പറയാനുള്ളത്. പല ആൾക്കാർക്കും ആരാ റോക്കി എന്ന് അറിയണമെന്നുണ്ടല്ലോ. റോക്കി വരണോ റോക്കി ബോയ് അല്ല മറ്റേ റോക്കി ബോയ് റോക്കി വരണം എന്ന് പറയണം എല്ലാവരും. റോക്കി വരണ്ടേ പിന്നെ റോക്കി വരണം ഇത് റോക്കി അല്ല ആരും റോക്കി ബോയ് വെച്ചിരിക്കുക. സംഗതി ഞാനൊരു കേസ് പറയാം. അയാളോട് ഇപ്പൊ ചില ഒരു കുറച്ചാളുകൾക്കെങ്കിലും അയാളോട് ഒരു ഇഷ്ടമുണ്ട്. അതെ, തല്ലിയിട്ടും കൂടി. അതാണ് മെയിൻ സംഗതി. അല്ല അയാള് ആ പ്രവോക്കിങ്ങും പോയിന്റ് പറിച്ചിലും അയാളുള്ളപ്പോ ഒരു ഓളുണ്ട്. അത് ഇല്ലാന്ന് നമ്മൾ ആരും പറയുന്നില്ല. പക്ഷെ പറയാനുള്ള കേസ് പറഞ്ഞാൽ ഇങ്ങനെ എന്തിനാണ് സ്വയം വില കളിക്കുന്നത്? എന്തിനോ വഴി. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കാണിക്കുന്നതിന്റെ പകുതി കാണിച്ചാൽ മതിയെന്നു. എന്താ വളരെ നല്ല ബിഗ് ബോസ് കഴിയണവരെ ഇതും പിടിച്ച് നടക്കണ്ടേ ഇനി. അതാണ് ഞാൻ പറയുമ്പോ എന്താ അറിയോ, ഇതിനൊന്നൊരു ഉറപ്പാണ്. അപ്പൊ പിന്നെ ചുമ്മാ നടന്നിട്ട് കിണുകിണാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം. മനുഷ്യത്തുള്ളതുകൊണ്ട് ചിലപ്പോ ഇയാള് ചിലപ്പോ വല്ല ഇതും തട്ടിക്കൂട്ടി കയറും. അപ്പൊ ഓക്കെ ഗൈസ്.